അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു നെയ്പ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നെയ്പ്പത്തൽ വരുന്നതെന്നുള്ളത്. അതാണ് ഇന്ന് ഞാനിത് ഇടാമെന്ന് വിചാരിച്ചത്. മിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇട്ടത്. അതിന് വേണ്ടി ഞാൻ കുറുവ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 2 മണിക്കൂർ പച്ചവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. പൊന്നി അരിനെക്കാട്ടി നല്ലത് കുറുവ അരിയാണ് കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് അരയൂല, നമുക്കധികം അരയാൻ പാടില്ല. ഈ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഹാഫ് സവാള ഇട്ട് കൊടുത്തു. പിന്നെ 2 സ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരയാൻ പാടില്ല, ഒരു ചെറിയൊരു കടി വേണം. അപ്പോൾ തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആമീസിൻ്റെ പത്തൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോയിൽഡ് റൈസ് പൗഡർ ഉണ്ടാവില്ല, അത് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. പച്ചരിപ്പൊടി ഉപയോഗിക്കരുത്, ബോയിൽഡ് റൈസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്കൊരു ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവി പരത്തിയാൽ നമുക്കത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇലയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ വെച്ചിട്ടോ നമുക്കിത് പരത്തിയെടുക്കാം. അധികം തടിപ്പില്ലാതെ പരത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് പൊന്തി അങ്ങ് വരും. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നൊരു ലൈക്കും ചെയ്യണേ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് നല്ലതാണ്. പെട്ടെന്ന് അങ്ങ് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുമല്ലോ. നമ്മളെ നെയ്പ്പത്തൽ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് എല്ലാ നെയ്പ്പത്തലും ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ നെയ്പ്പത്തൽ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും ആയിട്ട് നെയ്പ്പത്തൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ.